ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാനായി അതിഥി ചേരുകയാണ്. ധന്യ രാമൻ, ആക്ടിവിസ്റ്റാണ്. ധന്യ, നമസ്കാരം. നമ്മളിപ്പോൾ ബിന്ദുവിൻ്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അവർ അത്രത്തോളം ക്ഷീണിതയാണ്, അത്രത്തോളം മാനസിക വിഷമം അവർ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും സംസാരിക്കുന്നൊരു വിഷയമാണ് ഒരു മനുഷ്യൻ്റെ സാമൂഹിക പശ്ചാത്തലം, ജാതി, നിറം, ഇതൊക്കെ നോക്കി ഒരാൾ കുറ്റക്കാരനാണെന്ന് വളരെ സാധാരണ എന്ന പോലെ അങ്ങ് കരുതുകയാണ്. അങ്ങനെയാണ് ഇതിൽ പോലീസുകാർ ചെയ്തിട്ടുള്ളത്. ബിന്ദു ജോലി ചെയ്തിരുന്ന ഒരു കുടുംബം ഇതിൽ കരുതിയിട്ടുള്ളത്. നമ്മൾ ഈ സിനിമയിലും സീരിയലിലും നോവലിലും കവിതയിലും ഒക്കെ നമ്മൾ ഇതിങ്ങനെ വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. പക്ഷേ അതിലൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൽ തന്നെ നടക്കുന്ന ഒരു സംഭവമായി ഈ പുതിയ കാലത്തും ഇത് നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഞെട്ടാനൊന്നും ഇല്ലല്ലോ അല്ലേ ധന്യ? എനിക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. ഞങ്ങൾ എത്രയോ കേസുകൾ കാണുന്നതാണ്. ഇങ്ങനെ ഈ നാട് പെട്ടെന്നൊന്നും ഒരു ഇവിടുത്തെ ജാതി വിഷയങ്ങളൊന്നും മറികടന്ന് പെട്ടെന്നൊന്നും സമത്വം ഇവിടെ വരുന്നോ അല്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും തുല്യരായിട്ട് കാണുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് ബിന്ദു സംസാരിക്കുന്ന ബിന്ദുവിൻ്റെ മുഖം എൻ്റെ കുടുംബത്തിലുള്ള ആരുടെ ഒരാളുടെ മുഖം പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നിഷ്കളങ്കമായിട്ട് അവരെത്രയോ കാലം കൊണ്ട് ഈ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇത്രയും വർഷം ജോലി ചെയ്തിട്ടും ഇന്ന് വരെ ഒരു വീട്ടിൽ നിന്ന് പോലും അവരെ ആരും മോശം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്യ ഒരാളുടെ ഒരു കാന്താരിമുട്ട് പോലും മോഷ്ടിക്കാത്ത ഒരാളാണ് ബിന്ദു എന്ന് അവർക്ക് മറ്റുള്ളവരോട് തിരക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവുമായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. ഒരാളെ കുറ്റവാളി ആക്കാനുള്ള കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടുന്നതോടും വരെ പോലീസുകാർക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ബിന്ദു സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് ആ പ്രസന്നൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് പ്രസന്നനെ കൈ കിട്ടിയ രണ്ട് ചെള്ളയ്ക്ക് രണ്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ പ്രസന്നൻ്റെ വീട്ടിലോട്ട് ഞാൻ വരുന്നുണ്ട്. അവൻ്റെ ഭാര്യയോടും മക്കളോടും ടോയ്ലറ്റിലെ വെള്ളം കുടിച്ച് കാണിക്കാനായിട്ട് ഞാനൊന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്രയും മോശമാണ്. ഒരു പോലീസ് ഓഫീസർ അയാൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുറ്റവാളിയാണോ അല്ലയോ? ഇവിടെ മോൻസമാവുങ്കലിനെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് വലിയ കുറ്റവാളികളെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ ബിരിയാണി, മട്ടൺ ബിരിയാണിയും പാലും ഒക്കെയാണ് അവിടെ സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ഒരു വളരെ വളരെ നിർധനയായിട്ടുള്ള ഒരു അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീയോട് ഈ ഒരു എന്താണോ അവരുടെ ആറ്റിറ്റ്യൂഡ്, അത് ആ ഒരൊറ്റ സെൻറ്റൻസ് തന്നെ മനസ്സിലാക്കാം. നീ പോയി ടോയ്ലറ്റിലെ വെള്ളം കുടിച്ചു വന്നു. പ്രസിഡന്റിൻ്റെ ഭാര്യയും മക്കളുമായി ടോയ്ലറ്റിലെ വെള്ളം കുടിക്കേണ്ട ഗതി വരുമോ എന്നുള്ളതാണ് പ്രസിഡന്റ് ആദ്യം ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും ആരെ വെറുതെ വിട്ടാലും പ്രസിഡന്റിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾക്കെതിരെ കൃത്യമായിട്ട് ആരെ വെറുതെ വിട്ടാലും, ഇനി പരാതി കൊടുത്ത് ഇനി ഓമന ഡാനിയൽ അവരെ ഞങ്ങളെ ലിസ്റ്റിലുള്ള ആളാണ്. പക്ഷേ പ്രസിഡന്റിനെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. പ്രസിഡന്റാണ് അവരെ ടോർച്ചർ ചെയ്ത് നീ ഇപ്പം പോയി തൂങ്ങിക്കോ എന്നുള്ള അവസ്ഥയിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റിയത് ആ പ്രസന്നനാണ്. അതുകൊണ്ട് തന്നെ പ്രസന്നനെ ആ ജോലിയിൽ ഇരിക്കാൻ ഞങ്ങൾ വിടില്ല. ഞങ്ങൾ കോടതി പോകും. ഞങ്ങൾ കോടതി പോയി ഹൈക്കോടതിയില്ല സുപ്രീം കോടതി വരെ പോയാൽ പ്രസന്നൻ്റെ പണി തെറിപ്പിക്കും. കാരണം ഇതുപോലെ ഇനി നീ ഒരാളോട് പറയരുത് പ്രസന്ന, നിൻ്റെ യൂണിഫോമിനേക്കാളും ഈ യൂണിഫോം ഇട്ട് ഇവിടെ മനുഷ്യരെ സേവിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുള്ള നാട്ടിൽ ഈ സേനയ്ക്ക് അപമാനമാണ് പ്രസന്നനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ. ഇനി ഒരു കുറ്റവാളിയാണോ എന്ന് കണ്ടെത്താനുള്ളൊരു സാവകാശം പോലും കൊടുക്കാതെ ആ സ്ത്രീ അതുപോലെ ടോർച്ചർ ചെയ്യുക. അത് വീണ്ടും കേൾക്കാനോ പറയാനോ എനിക്കും ഒട്ടും താല്പര്യമില്ല. ഒരു SIക്ക് സസ്പെൻഷൻ കൊടുത്തതുകൊണ്ട് തീരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പം SI പ്രസാദിനെതിരെ നടപടി വന്നിരിക്കുന്നത്. ഇനിയും റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് തന്നെ പ്രസന്നനെതിരെയും മറ്റൊരു പോലീസ് ഓഫീസർക്കെതിരെയും നടപടി വരേണ്ടതുണ്ട്. പിന്നെ പേരൂർക്കട SHO എന്ന് പറയുന്ന ശിവകുമാർ 10-18 വർഷമായിട്ട് CI ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഈ 18 വർഷം അയാൾ CI ആയിരുന്നിട്ട് അയാൾക്കൊരു സ്റ്റേഷൻ മാനേജ് ചെയ്യാൻ അയാൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ. എല്ലാ കാര്യത്തിലും സ്ലോ ആണ്, ഒരു കാര്യത്തിലും ഡിസിപ്ലിൻ ഇല്ല. മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ എങ്ങനെയാണ് എത്ര നന്നായിട്ട് നടന്നു പോകുന്ന സ്റ്റേഷനുണ്ട്. അത് കണ്ടിട്ടെങ്കിലും ശിവകുമാറിന് മര്യാദയ്ക്ക് ആ സ്റ്റേഷനെ ശിവകുമാർ ഇതിലെ തുടക്കക്കാരനാണ്. ശിവകുമാർ ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ട്. ശിവകുമാറാണ് തുടങ്ങി വെച്ചത്. ബിന്ദുവിനെ അധിക്ഷേപിക്കാനായിട്ട് തുടങ്ങി വെച്ചത് ശിവകുമാറാണ്. SHO SHO എന്നുള്ള രീതിയിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ അവരുടെ വീട്ടിൽ അറിയിക്കുക. അല്ലെങ്കിൽ 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ അതിനൊന്നും ഒരു സാവകാശം കൊടുക്കാതെ അവരെ അവിടെ 20 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കുന്നതിന് SHOയും കൂടെ അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് SHO ഇതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. SHOയും കുറ്റം ചെയ്ത ആൾ തന്നെയാണ്. ധന്യ, ഒരു പ്രസാദോ അല്ലെങ്കിൽ ഒരു പ്രസന്നനോ ഇവരിലൊന്നും തീരുന്നില്ല ഇതുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ആദിവാസിയോ ഒരു ദളിതനോ ഒരു പിന്നോക്കക്കാരനോ ഒക്കെ ഒരു സംശയത്തോടെ ഇവർ കുറ്റമൊന്നും ചെയ്യേണ്ടതില്ല, പക്ഷേ ഇവരെ അങ്ങ് എടുത്ത് പൂട്ടി ജയിലിലിടാം, കസ്റ്റഡിയിൽ വെക്കാം എന്നുള്ളതാണ്. ഒരു അന്വേഷണവും ഇല്ലാതെ തന്നെ പ്രതികളാക്കാം എന്നുള്ളതാണ്. രാത്രി വേണമെങ്കിൽ രാത്രി മുഴുവൻ തറയിൽ കിടത്താം, ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ സ്റ്റേഷനിൽ മുട്ടുകുത്തി ഇരുത്താം, അവനെ കണ്ടാൽ അറിയില്ലേ അവൻ കള്ളനാണെന്ന്. ആ ഒരു മനോഭാവമാണ് ഇവരൊക്കെ വെച്ച് പുലർത്തുന്നത്.
ഇതിപ്പോൾ നമ്മൾ ബിന്ദുവിൻ്റെ കാര്യത്തിൽ മാത്രം കാണുന്നതൊന്നുമല്ലല്ലോ. ഇപ്പോൾ സമകാലികമായി നമ്മൾ കണ്ടത് വേടൻ്റെ വിഷയം. ഇതൊക്കെ നമുക്ക് ഒരുപോലെ തന്നെ ചിന്തിക്കാൻ കഴിയുന്നതല്ലേ ധന്യ? അങ്ങനെയാണ്. ഇപ്പോഴും ഈ നാടിന് നമ്മൾ എത്ര നവോത്ഥാനം പറഞ്ഞാലും എത്ര പുരോഗതി പറഞ്ഞാലും ഒരു SC/ST വിഭാഗക്കാരൻ, ഒരു പട്ടികജാതി വർഗ്ഗക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവന് കിട്ടുന്ന ഒരു നീതിയുണ്ട് അവിടുന്ന്. പണ്ടൊക്കെയാണ് ഇതിനേക്കാളും ഭീകരമായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നത് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഒട്ടും വിശ്വാസമില്ല. കാരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 2 വർഷം ഇരുന്ന മേലുദ്യോഗസ്ഥർ ഞങ്ങളൊക്കെ 7,500ഓളം കോളനികളിൽ പോയിട്ട് വന്നിരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു സംവിധാനത്തെയൊക്കെ തകർത്ത് കളഞ്ഞു ഈ പോലീസിലെ മേലുദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനമൈത്രി പോലെയുള്ള സംവിധാനങ്ങൾ അതെല്ലാം നിശ്ചലമാക്കി. അതൊക്കെ ഡെഡാണ്. ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു വീട്ടിലോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഒരു കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഒരു കുട്ടി സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അവിടെ ഭക്ഷണമുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കൂടെയാണ് ഞങ്ങളിപ്പം കടന്നു പോകുന്നത്. ജനമൈത്രിയൊക്കെ വളരെ മോശമാണ്. പോലീസും കുറേയും കൂടെ മുമ്പുണ്ടായിരുന്ന ഓഫീസർമാരെ പോലെ കുറച്ചും കൂടെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ കാര്യത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു പിടുത്തം SC/ST വിഭാഗത്തിൻ്റെ നേരെ ഇവരെ അങ്ങ് ഏത് കേസ് വന്നാലും ഇപ്പം നിങ്ങൾ നോക്കി, ഈ ഒരു കുട്ടി 17 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ. ഒരു പോലീസുകാർക്കെതിരെ നടപടി എടുത്തില്ല. ഇപ്പോൾ വിഷയം നടന്നിട്ട് ഇപ്പോൾ 2 മാസമായി. ഇപ്പം ഈ ആലപ്പുഴയിൽ തന്നെ ഒരു 19 വയസ്സുള്ള പെൺകുട്ടീനെ 2 പുരുഷന്മാർ ചേർന്ന് നടു റോട്ടിൽ വെച്ച് ഉടുപ്പൊക്കെ വലിച്ച് കീറി മർദ്ദിക്കുവാണ്. അപ്പോൾ എത്രയോ സമയം വീഡിയോ സഹിതം ഹാജരാക്കിയിട്ടും 4 ദിവസം പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു FIR പോലും ഇട്ടില്ല. അപ്പോൾ FIR ഇതെല്ലാം വാർത്തയായി വിഷയമായപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക് എതിരെയും കേസെടുത്തിരിക്കുകയാണ്. അതായത് 2 പുരുഷനാൽ ആക്രമിക്കപ്പെട്ട ഉടുപ്പെല്ലാം കീറി അതിൻ്റെ വീഡിയോ സഹിതം വെളിയിലായ ആ പെൺകുട്ടിക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ് പൂച്ചാക്കൽ പോലീസ്. അപ്പോൾ ഇതിങ്ങനെയാണ്. എവിടെയെങ്കിലും ഞങ്ങളെ എപ്പോഴും കുരുക്കിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സ്വാഭാവിക നീതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ കണ്ടതില്ലേ, വഞ്ചിയൂരുള്ള വക്കീലിനെ, മുതിർന്ന വക്കീൽ അവരുടെ ജൂനിയർ അഭിഭാഷകയെ തല്ലിയപ്പോൾ അവിടെ മന്ത്രി ഓടിയെത്തി, രാഷ്ട്രീയ നേതാക്കന്മാരെത്തി, അവർക്ക് എല്ലാ സപ്പോർട്ടും കിട്ടി, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുടെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് ബിന്ദു നോക്കിയേ, ബിന്ദുവിൻ്റെ അടുത്തൊരു പഞ്ചായത്ത് മെമ്പർ പോലും എത്തിയിട്ടില്ല. ഈ വാർത്തയൊക്കെ ആയപ്പോഴത്തേക്ക് ഇപ്പോൾ ആകപ്പാട് അവിടെ എത്തിയിട്ടുള്ളത് PKSകാരാണ്, പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആൾക്കാരാണ്. അവരാണ് ബിന്ദുവിനെ കണ്ട ശേഷം നേരെ പോയി DGPക്ക് പരാതി കൊടുത്തത്. DGPക്ക് പരാതി കൊടുത്തിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ 4ാമത്തെ ദിവസമാണ്. ഇതുവരെ അതിനകത്ത് നടപടി ഉണ്ടായിട്ടില്ല. പക്ഷെ നടപടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു SI പ്രസാദിനെ കൊണ്ട് തീരുന്നില്ല. ഈ ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥയാണ് മാറേണ്ടത്. ഇവർ കുറച്ചും കൂടെ ചരിത്രം പഠിക്കണം, ബോധമുള്ളവരാണ്. ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് പഠിച്ച് വന്നൊരു കൾച്ചറുണ്ട്. ഈ സാധാരണക്കാരനോട് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ പെരുമാറാം എന്നുള്ള ആ കൾച്ചറിന്ന് പോലീസുകാർ, ആ യൂണിഫോം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആ ജാതിവാലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്കൊന്ന് പെരുമാറാനെങ്കിലും പഠിക്കണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ. തീർച്ചയായും നമ്മൾ പല കേസുകളിലും കാണുന്ന ഒരു വ്യത്യാസത്തെ ഞാനൊന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. നമുക്ക് അതിവേഗം തന്നെ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോവാം. ജംഷിദ് പള്ളിപ്പുറം എന്ന് പറയുന്ന ഒരു ലേഖകൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ബിന്ദുവിനെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട്. ഈ ജംഷിദ് പള്ളിപ്പുറത്തിന്റെ 2 വരി ഞാൻ വേഗം ഒന്ന് വായിക്കാം. ഈ കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഇടുക്കിയാണെന്ന് പറഞ്ഞ പോലീസ്, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അനുപമ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞ പോലീസ്, ആ പോലീസിന് പക്ഷേ 2 പെൺമക്കളെ വളർത്താൻ രാവന്തിയോളം കഷ്ടപ്പെട്ട് വീട്ടുജോലി ചെയ്യുന്ന ബിന്ദുവിനെ കണ്ടപ്പോൾ മിടുക്കിയാണെന്ന് തോന്നിയില്ല. നിരപരാധിയായിട്ടും പകരം കുറ്റവാളി എന്ന് തോന്നാൻ പോലീസിനോട് ബിന്ദുവിന്റെ നിറവും ജാതിയും മാത്രം മതിയായിരുന്നു. കൃത്യമല്ലേ? വ്യക്തമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ജംഷീദ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അത് ശരിയാണ്. അങ്ങനെ തന്നെ അത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ കൃത്യമാണ്. ഗ്രീഷ്മേനെ പോലീസ് പിടിക്കുന്ന സമയത്ത് റാങ്ക് ഹോൾഡർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ, പക്ഷേ ഗ്രീഷ്മേനെ ഒരു ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യത്തെ ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെളിയിൽ ടോയ്ലറ്റ് കൊണ്ടുപോയപ്പോൾ ഗ്രീഷ്മ ഒരു ഭയങ്കര അഭിനയമാണല്ലോ, അപ്പോൾ ഒരു ലൈസോളിൻ്റെ കുപ്പി എടുത്ത് വായിൽ വെച്ചു. അത് അവർക്ക് കുറേ നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന ഒരു എനിക്കറിയാവുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്, ഗായത്രി എന്ന് പറഞ്ഞൊരു വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ്. അവരെ അങ്ങ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും അങ്ങ് രക്ഷപ്പെടുവാണ്. അപ്പൊ ഇതുപോലെയാണ് ആ ഗ്രീഷ്മയ്ക്ക് പോലും ആ കൊലയാളിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് വേണ്ടി പോലും ഒരു വനിതാ പോലീസിനെ മാറ്റി നിർത്തിയ സ്ഥാനത്താണ് ഒരു കുറ്റം ചെയ്യാത്ത 2 കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് രാവന്തിയോളം ആരാന്റെ വീട്ടിൽ പോയി
പാത്രം കഴുകി ചോറും കറിയും വെച്ച് പാത്രം കഴുകി വീടും വൃത്തിയാക്കി ടോയ്ലറ്റും വൃത്തിയാക്കി ജീവിക്കുന്ന ഇത് ബിന്ദുവിനെ പോലെയുള്ള ആൾക്കാർക്ക് മാനസികമായിട്ടൊരു പിന്തുണ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷേ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനായിട്ട് ഈ സമൂഹത്തിന് ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്കിത് കേട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും ധന്യ, ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ വരികയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. കോൺഗ്രസ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരണമെന്നാണ് പറയാനുള്ളത്. ഈ ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ ഇപ്പോഴും ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത പ്രയാസം. സ്ത്രീയോടുള്ള മനോഭാവം കുറേ ആളുകൾക്ക് മാറിയിട്ടില്ല. ബിന്ദുവിന് നീതി കിട്ടണമെന്ന് PK ശ്രീമതിയും ഇപ്പോൾ തൊട്ടു മുൻപ് പ്രതികരണം നടത്തിയിരിക്കുന്നു. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളിൽ ഉണ്ടായി വരട്ടെ, പിന്തുണ കൂടുതലായി ഉണ്ടാവട്ടെ. ധന്യ, ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി.